തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി. പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പിന്മാറ്റം. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിലാണ് പൊഴി മുറിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാകാതെ പൊഴി തുറക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ട് സമരസമിതി പ്രതിഷേധിക്കുകയായിരുന്നു. അതേസമയം ഡ്രഡ്ജിങ്ങിനായി വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഹാർബർ വിഭാഗം എഞ്ചിനീയർ അറിയിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തായാലും സംഘർഷം കാരണം, പ്രതിഷേധം കാരണം പൊഴിമുറിക്കൽ ഇന്ന് നടന്നില്ല. ഉദ്യോഗസ്ഥർ പിന്മാറിയിരിക്കുന്നു. നിലവിൽ എന്താണ് അവസ്ഥ അവിടെ? ഒടുവിൽ പ്രതിഷേധങ്ങൾക്ക് ശേഷം പിന്നാലെ ഉദ്യോഗസ്ഥർ മടങ്ങി. സ്ഥലത്ത് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നു. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തിയ മത്സ്യത്തൊഴിലാളികളടക്കം അവരവരുടെ ബോട്ടുകളിലായി തിരിച്ച് വീടുകളിലേക്ക് പോയിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ മുതലപ്പുഴയിൽ നടന്നത്. ശക്തമായ രീതിയിൽ ഈ ജനങ്ങൾ, മനുഷ്യച്ചങ്ങല ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക്, റവന്യൂ വകുപ്പിൻ്റെയും ഹാർബർ വിഭാഗത്തിൻ്റെയും അടക്കം ഉദ്യോഗസ്ഥരും പോലീസും ഈ സ്ഥലത്തേക്ക് പൊഴിമുറിക്കുന്നതിനായി എത്തിയപ്പോൾ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഈ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക്, അതായത് ഈ പൊഴിമുറിക്കുന്നതിന് ഇറങ്ങുവാൻ, അഴിമുഖത്തേക്ക് ഇറങ്ങുവാൻ പോലും ഈ മത്സ്യത്തൊഴിലാളികൾ സമ്മതിച്ചില്ല. അങ്ങനെ ശക്തമായ രീതിയിൽ മണിക്കൂറുകളോളം ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേർക്കുനേർ പോലീസും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും നേർക്കുനേർ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധം കനത്തതോടെ ഉദ്യോഗസ്ഥരും പിന്മാറാമെന്ന ഒരു നിലയിലേക്ക് എത്തി. അതായത് നിലവിൽ പൊഴിമുറിക്കുന്നതിന് വേണ്ടിയല്ല തങ്ങൾ ഇവിടേക്ക് എത്തിയത്, ഈ സമരക്കാരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അതിനുശേഷം പിന്നീട് തീരുമാനങ്ങൾ എടുക്കാമെന്ന നിലയിലേക്ക് ഈ ഉദ്യോഗസ്ഥരും നടപടികൾ സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് നിലവിൽ ഈ മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഇവരുടെ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന യാനങ്ങളുടെ ഏറ്റവും വലിയ യാനങ്ങൾക്കടക്കം കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ പൊഴി മുറിക്കാമെന്നൊരു നിർദ്ദേശവും ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചു. എന്നാൽ അതും അംഗീകരിച്ചില്ല. കാരണം ഈ അങ്ങനെ ഒരു പൊഴി മുറിച്ചാലും പൊഴിയിൽ ഇത്തരത്തിൽ ഈ മത്സ്യബന്ധന യാനങ്ങൾക്ക് കടന്നു പോകുന്ന രീതിയിൽ തന്നെ പൊഴി മുറിച്ചുവാലും അല്ലെങ്കിൽ മുറിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അതും അശാസ്ത്രീയമായ നടപടിയായി മാറും. കാരണം മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ പൊഴി അടയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നടപടികൾക്കും തങ്ങളില്ല എന്നും ഈ സമരക്കാർ, മത്സ്യത്തൊഴിലാളികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അങ്ങനെ ഡിവൈഎസ്പി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘവും പോലീസിൻ്റെ വലിയ സന്നാഹവും സ്ഥലത്തേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. സംഘർഷാവസ്ഥയ്ക്ക് അതിര് വരാത്ത രീതിയിൽ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സമിതിയും ഈ റവന്യൂ വിഭാഗവും അതോടൊപ്പം ഹാർബർ വിഭാഗം ഉദ്യോഗസ്ഥരുമായ ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇവർ മടങ്ങിപ്പോകാം, ഇനി ഈ ഈസ്റ്റർ കഴിയുന്നവരെ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പൊഴി മുറിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവില്ല, വിഴിഞ്ഞം ഹാർബറിൽ നിന്നും വലിയ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം പൂർണ്ണമായും മണൽ നീക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും, അതിനുശേഷം മതി പൊഴി മുറിക്കുക എന്ന നിലയിലേക്ക് നീക്കങ്ങൾ നടത്താമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് മത്സ്യത്തൊഴിലാളികൾ അംഗീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് സമരം ഇന്നത്തേക്ക് അവസാനിക്കാൻ തീരുമാനിച്ചത്. തുടർന്നും പ്രതിഷേധമുണ്ടാകും. വരും ദിവസങ്ങളിലും സ്ഥലത്ത് ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധമുണ്ടാകും. സർക്കാർ അധികാരികൾ തങ്ങളുടെ ആവശ്യം കേൾക്കുന്നവർ, അതായത് ഉദ്യോഗസ്ഥരോട്, ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ഹാർബർ വിഭാഗം ഉദ്യോഗസ്ഥരോടോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരോട് ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല എന്നും ഈ സമരക്കാർ പറയുകയും ചെയ്തു. കാരണം മന്ത്രി അടക്കമുള്ളവർ, സജി ചെറിയാൻ സ്ഥലത്തേക്ക് എത്തണം, സ്ഥലം സന്ദർശിക്കണം, മന്ത്രി അടക്കമുള്ളവരോട് നേരിട്ട് മാത്രമാണ് ചർച്ച ചെയ്യുക, അല്ലാതെ യാതൊരുവിധ ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നും പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയില്ല, മുഴുപ്പട്ടിലാണ് കുടുംബം കഴിയുന്നത്, വീടും മക്കളും അടക്കം കഴിയുന്നത് മുഴുപ്പട്ടിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആവശ്യം നിറവേറാതെ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് അവർ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്തായാലും പ്രതിഷേധത്തിന് ഇന്നത്തെ ദിവസം അയവ് വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങളിലേക്ക് എത്തിയ പ്രവർത്തകരും ഇവിടെ നിന്ന്, മത്സ്യത്തൊഴിലാളികളും സമരസമിതി അംഗങ്ങളും ഇവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി. പ്രതിഷേധത്തെ തുടർന്നായിരുന്നു പിന്മാറ്റം. മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിലാണ് പൊഴി മുറിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാകാതെ പൊഴി തുറക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടാണ് സമരസമിതി പ്രതിഷേധിച്ചത്. ഡ്രഡ്ജിങ്ങിനായി വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഹാർബർ വിഭാഗം എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.